പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലോകത്ത് നിന്നും അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മളിൽ എത്ര പേർക്ക് ആ മനസമാധാനത്തോടെ പടച്ചോനെ കണ്ടുമുട്ടാൻ പറ്റും? ആവശ്യമില്ലാതെ കുടുംബത്തിൽ വേർതിരിവുണ്ടാക്കുന്നവര്, മക്കൾക്കിടയിൽ വേർതിരിവുണ്ടാക്കുന്നവര്, അവസാനം അതിന്റെ പേരിൽ അകന്നും അകറ്റിയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള്, വേണ്ടാത്ത വർത്താനങ്ങൾ കുടുംബത്തിൽ പറഞ്ഞു കൂടെ ചേർന്ന് കുടുംബത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവര്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, അവര് വന്നു പോയാൽ പിന്നെ കുടുംബത്തിലേക്ക് 2 ദിവസം സമാധാനം ഉണ്ടാവില്ല. ഇന്ന ആളുണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു സ്വൈര്യം കിട്ടൂല. ഏത് കാര്യത്തിലും നെഗറ്റീവ് കണ്ടും നന്മകൾ ഉപദേശിക്കാതെയും കുടുംബത്തെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ, നമ്മളെ കുടുംബം നല്ലട്ടോ, മറ്റുള്ള കുടുംബങ്ങളെയും നമ്മൾ അകറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു വാക്കിന്റെ പേരിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഒരൊറ്റ ഊഹത്തിന്റെ പേരിൽ ആ നബിത്തങ്ങൾ മാസങ്ങൾ കണ്ണീരേറ്റ് ജീവിച്ച്. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ നെഞ്ചു പൊട്ടിക്കരഞ്ഞ് ഒരു മനുഷ്യന് തോന്നിയ ഒരു കുടുംബത്തിന്റെ നേരെയുള്ള ആരോപണത്തിന്റെ പേരിൽ. ഇന്ന് നമ്മളത് പറഞ്ഞങ്ങ് പോകെങ്കിലും ആ പറഞ്ഞു വെച്ച വാക്ക് കുടുംബത്തിൽ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കും. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. പലപ്പോഴും വർഷങ്ങൾക്ക് ശേഷം, മരിച്ചതിന് ശേഷം ആ ചില ആളുകൾ അറിയുന്നത് അത് ഇന്ന വ്യക്തിയുടെ നാവിൽ നിന്ന് വന്നതാണെങ്കിൽ ആ മരിച്ച വ്യക്തിക്ക് കവറിൽ പോലും അതിന്റെ പാപമുണ്ടെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിൽ പല വിഷയത്തിലും ഇടപെടുന്ന നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു എനിക്ക് വിധിച്ചത് എന്റെ റബ്ബ് എനിക്ക് നൽകുമെന്നും എന്റെ റബ്ബ് എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ പേരിൽ ഒരു ബന്ധം പോലും തകർക്കരുതെന്നും ചിന്തിച്ചുകൊണ്ട് ബന്ധങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ആ ഒരു മനസ്സ് നമുക്കില്ലെങ്കിൽ, ഇപ്പോഴും അകന്നും അകറ്റിയുമാണ് ജീവിക്കുന്ന ഒരു മനോഭാവമാണെങ്കിൽ അവന്റെ പ്രാർത്ഥനയും അള്ളാഹുവിന്റെ അടുത്തേക്ക് സ്വീകരിക്കപ്പെടുന്നില്ല.